Hi dears, welcome to all. Today let us discuss the Unit 4 named Braving the Hazards. We have completed the 3 units. The next unit, Braving the Hazards. First of all, let us discuss about the unit. Disasters, both natural and man-made, have become very common today. Whatever the form, thousands die each year due to disasters. They also cause widespread destruction and damage. It is the need to be the hour to be informed and equipped to face impending disasters. The concept of disaster management has gained great currency across the globe in recent times. ദുരന്തങ്ങൾ ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്, പ്രകൃതിയാലുള്ളതും മനുഷ്യനിർമ്മിതവുമാണ്. ഹാവ് വെരി കോമൺ ടുഡേ, ഇന്ന് വളരെ സർവ്വസാധാരണമാണത്. വാട്ട് എവർ ദ ഫോം, അതിൻ്റെ രൂപം ഏതാവട്ടെ. തൗസൻഡ്സ് ഡൈ ഈച്ച് ഇയർ ഡ്യൂ ടു ഡിസാസ്റ്റേഴ്സ്, ആയിരക്കണക്കിന് ആളുകളാണ് ദുരന്തങ്ങൾക്ക് ഇരയാകുന്നത്. കൂടാതെ ഒരുപാട് നാശനഷ്ടങ്ങളും ഇവ ഉണ്ടാക്കുന്നു. വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അറിയേണ്ടതും അതിനെ നേരിടാൻ തയ്യാറാവേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദ കൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് ഗെയിൻഡ് ഗ്രേറ്റ് കറൻസി അക്രോസ് ദ ഗ്ലോബ് ഇൻ റീസെൻറ്റ് ടൈം. ദുരന്ത നിവാരണ സമിതി എന്ന ഈ ഒരു ആശയം വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. The unit entitled Braving the Hazard comprises 3 texts. ഈ ഒരു യൂണിറ്റിൽ 3 പാഠങ്ങളാണ് ഉള്ളത്. The first is an essay written by Anjana Majumdar about disaster management in India. ഒന്നാമത്തെ ചാപ്റ്റർ അഞ്ജന മജുംദാർ എഴുതിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദുരന്ത നിവാരണ സമിതിയെക്കുറിച്ചാണ്. ദ സെക്കൻഡ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ എ.ജെ. ക്രോണിൻ. രണ്ടാമത്തത് എ.ജെ. ക്രോണിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ദ തേർഡ് ഈസ് എ പോയം ബൈ ബെഞ്ചമിൻ പെക്ക് കീത്ത്. മൂന്നാമത്തത് ഒരു പോയമാണ് നെയ്മഡ് റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. ടൈറ്റാനിക് കപ്പലിൻ്റെ ദുരന്തത്തെക്കുറിച്ച് പറയുന്നു. ഇൻ അഡീഷൻ, അതിനു പുറമെ ദർ ഈസ് ആൾസോ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് ആൻ എക്സെപ്റ്റ് ഫ്രം ദ എസ്സേ ഓൺ കറേജ് ബൈ എ.ജി. ഗാർഡിനർ. എ.ജി. ഗാർഡിനറിൻ്റെ ഓൺ കറേജ് എന്ന ഒരു എസ്സേയിൽ നിന്നെടുത്ത ഒരു ഭാഗവും കൂടി നമുക്ക് കാണാൻ സാധിക്കും. The text and the activities aim to make the learners aware about different disasters and to equip them to act promptly in the moment of crisis. ഈ യൂണിറ്റിലുള്ള പ്രവർത്തനങ്ങളും പാഠങ്ങളും വിവിധ ദുരന്തങ്ങളെപ്പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കുകയും അത്തരം സമയങ്ങളിൽ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ അവരെ സന്നദ്ധരാക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യമാണ് ഈ യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. Okay, let's begin. Examine the pictures given in the page number 102 in your textbook. പാഠപുസ്തകത്തിൻ്റെ 102-ാം പേജിലെ ചിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കൂ. ഈ ചിത്രം നമ്മോട് എന്തെല്ലാമാണ് പറയുന്നത്? വാട്ട് ഡു ദീസ് പിക്ചേഴ്സ് ടെൽ അസ് അബൌട്ട്? എന്താണ് നമ്മോട് ഇവ പറയുന്നത്? ദീസ് പിക്ചേഴ്സ് ടെൽ അസ് അബൌട്ട് ദ ഡിസാസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. വിവിധ തരത്തിലുള്ള ദുരന്തങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നോട്ട് ഡൗൺ ഓൾ ദ ഐഡിയാസ് ദാറ്റ് കം ടു യുവർ മൈൻഡ് അബൌട്ട് ദം. അവയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ആശയങ്ങളൊക്കെ ഒന്ന് പറയുക. ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇറ്റ് മേ ബി എ വേൾവിൻഡ് ഓർ ബ്ലാസ്റ്റ് ഓഫ് എ ന്യൂക്ലിയർ ബോംബ്. അല്ലേ? ഒന്നാമത്തത് ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ സ്ഫോടനമോ അല്ല എങ്കിൽ ഒരു ചുഴലിക്കാറ്റോ ആണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിലൂടെ ഇറ്റ് മേ ബി എ സുനാമി. അല്ലേ? ഇതൊരു സുനാമിയാണോ എന്നൊരു സംശയമുണ്ട്. മൂന്നാമത്തത് ഹൈ ടൈഡ് ഇൻ സീ. വലിയ അല്ലെങ്കിൽ കടൽ പ്രക്ഷുബ്ധമായതാണ് മൂന്നാമത്തെ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഫോർത്ത് പിക്ചർ we look that picture. When we look that picture, it may be an earthquake. ഒരു ഭൂമി കുലുക്കമാവാനൊരു സാധ്യതയുണ്ട്. ഇനി അഞ്ചാമത്തെ ചിത്രത്തിലൂടെ എന്താണ് കാണുന്നത്? എ ഫോറസ്റ്റ് ഫയർ. അല്ലേ? ഒരു
കാട്ടുതീയാണത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഇവിടെ സ്ഥിരമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. ഷെയർ യുവർ തോട്ട്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്, കളക്ട് ഐഡിയാസ് ഫ്രം ദം ആൻഡ് എൻറിച്ച് യുവർ അണ്ടർസ്റ്റാൻഡിങ് ദ സബ്ജക്റ്റ്. നിങ്ങളുടെ ചിന്തകൾ കൂട്ടുകാരുമായി പങ്കിടുകയും അവരോട് ആശയങ്ങൾ നൽകുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ആ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് നിങ്ങൾ വിപുലപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ത്രൂ ദ ചാപ്റ്റർ. Disasters, both natural and man-made, cause widespread damage and destruction. ദുരന്തങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ദുരന്തങ്ങൾ പ്രകൃതിയാൽ ഉണ്ടാകുന്നവയും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതവുമാണ്. It is high time that we became aware of and equipped ourselves to face the impending disasters. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നേരിടാൻ നാം പ്രാപ്തരാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. Here is an essay about the disasters and their management in Indian context. ഇവിടെ താഴെ കാണുന്ന ഉപന്യാസത്തിൽ ദുരന്തങ്ങളെപ്പറ്റിയും ഇന്ത്യയിൽ അവ എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനെ പറ്റിയുമാണ് പറയുന്നത്. ഓക്കെ, ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദുരന്തങ്ങളും ഇന്ത്യയിലെ ദുരന്ത നിവാരണ സമിതിയും, അതാണ് ചാപ്റ്റർ. ഓക്കെ, ഡിസാസ്റ്റർ ഈസ് വെരി കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യകുലത്തിന് എപ്പോഴും സർവ്വസാധാരണമായ ഒരു ഫിനോമിനയാണ് ഡിസാസ്റ്റർ. ഹ്യൂമൻ ബീയിങ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡിസാസ്റ്റർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ് സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ. കാലാതീതമായി പലതരത്തിലുള്ള ദുരന്തങ്ങൾ ജനങ്ങൾ നേരിടാറുണ്ട്. The latest world disaster report suggests that the disasters have increased both in frequency and intensity. ഏറ്റവും പുതിയ വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ടിൻ്റെ കണക്ക് പ്രകാരം ദുരന്തങ്ങൾ എണ്ണത്തിലും അതിൻ്റെ തീവ്രതയിലും ഗണ്യമായി വർധനവ് വന്നിട്ടുണ്ട്. People are becoming more and more vulnerable to disasters of all types. ജനങ്ങൾ ദുരന്തത്തിൻ്റെ വിവിധ മുഖങ്ങൾ ദിവസേന ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. വിച്ച് ഇൻക്ലൂഡ്, എന്തെല്ലാം ദുരന്തങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്? എർത്ത് ഭൂകമ്പം, ഫ്ലഡ്സ് പ്രളയം, സൈക്ലോൺസ് ചുഴലിക്കാറ്റ്, ലാൻഡ്സ്ലൈഡ്സ് മണ്ണിടിച്ചിൽ, ഡ്രോട്ട്സ് വരൾച്ച, ആക്സിഡൻറ്റ്സ്, പ്ലെയിൻ ക്രാഷസ് വിമാന ദുരന്തങ്ങൾ, ഫോറസ്റ്റ് ഫയേഴ്സ് കാട്ടുതീ പോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ മനുഷ്യർ നേരിടുന്നുണ്ട്. ദിസ് ഈസ് ക്വൈറ്റ് ട്രൂ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇത് വികസിത രാജ്യങ്ങളെയും അതുപോലെ തന്നെ വികസ്വര രാജ്യങ്ങളെയും ഒരുപോലെയാണ് ബാധിക്കുന്നത്. The floods in UK and France and the heat waves in Europe, particularly one in France 2003, claimed lot of lives. ഇതിന് ഉദാഹരണമാണ് UK-യിലെ പ്രളയവും അതുപോലെ തന്നെ ഫ്രാൻസിലെ പ്രളയവും. 2003 ഫ്രാൻസിലുണ്ടായ ഹീറ്റ് വേവ്സും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുത്തി. In the last few years, America has also faced devastating disasters in the form of tornadoes, hurricanes and cyclones. ഈ അവസാന കുറച്ച് വർഷങ്ങളിൽ അമേരിക്ക പോലും ഒരുപാട് നാശങ്ങൾ വരുത്തുന്ന ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അത് കാറ്റിൻ്റെ രൂപത്തിലായിരുന്നു. ടൊർണാഡോസ്, ഹരിക്കെയിൻസ് ആൻഡ് സൈക്ലോൺസ് ഇതെല്ലാം അവിടെ വിനാശകാരികളായ കുറച്ച് കാറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദേ കോസ്ഡ് ഗ്രേറ്റ് ലോസ് ഓഫ് ലിവ്സ് ആൻഡ് പ്രോപ്പർട്ടി. അവ ധാരാളം ജീവനും അതുപോലെ തന്നെ സ്വത്തിനും നാശം വരുത്തി. Even though the progress in technology is helping human being to reduce the impact of disasters, it is still inadequate. സാങ്കേതിക വിദ്യയിലുള്ള പുരോഗതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് വേണ്ടത്ര അളവിൽ ആയിട്ടില്ല. There is a direct correlation between higher human development and better preparedness to manage disasters. മാനുഷിക വികസനത്തിൻ്റെ ഉയർച്ചയും അതുപോലെ തന്നെ ദുരന്തങ്ങളെ നേരിടാനുള്ള മികച്ച ഒരുക്കവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്.
direct correlation between higher human development and better preparedness to manage disasters. The countries which have lower human development are more vulnerable to the risk of the disasters and damage. ഏതൊരു രാജ്യമാണോ ദുരന്തങ്ങളാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത്, അവർ വളരെയധികം മാനുഷിക വികസനം കുറഞ്ഞ അവികസിത രാജ്യങ്ങളാണ്. ഓഫ് ആൾ ഡിസാസ്റ്റേഴ്സ്, എല്ലാ ദുരന്തങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. എല്ലാ ദുരന്തങ്ങളിലും സർവ്വസാധാരണയായി കണ്ടുവരുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വെള്ളപ്പൊക്കമാണ്. ഫോളോവുഡ് ബൈ വിൻഡ് സ്റ്റോംസ്, പിന്നീട് വരുന്നത് ഇതിന് തൊട്ടു പിറകിലായി കൊടുങ്കാറ്റാണ് ഉണ്ടാവാറുള്ളത്. അതിന് നേരെ പിറകിലായി ഡ്രോട്ട്, വരൾച്ച, ദെൻ എർത്ത് ക്വേക്ക്, പിന്നീട് ഭൂകമ്പം. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഹൗവർ ഡ്രോട്ട് ഈസ് ദ ഡെഡ്ലിയസ്റ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്നത് വരൾച്ചയാണ്. ഡ്രോട്ട് ഈസ് ദ ഡെഡ്ലിയസ്റ്റ് ഡിസാസ്റ്റർ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡ്രോട്ട് ഈസ് ദ ഡെഡ്ലിയസ്റ്റ് ഡിസാസ്റ്റർ. ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ ഡിസാസ്റ്റർ. അക്കൗണ്ടിങ് ഫോർ 48% ഓഫ് ദ ഡെത്ത്സ് ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളാൽ സംഭവിക്കുന്ന മരണത്തിൻ്റെ 48% മരിക്കുന്നത് വരൾച്ച മൂലമാണ്. ഓഫ് ആൾ ദ കോണ്ടിനെൻറ്റ്സ്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും വെച്ച് ഏഷ്യ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ടോൾ ഫ്രം ഡിസാസ്റ്റേഴ്സ്. ദുരന്തങ്ങളാൽ മരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏഷ്യ വൻകരയിലെ ജനങ്ങളാണ് മരണപ്പെടുന്നത്. കാരണം ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ഏഷ്യൻ കോണ്ടിനെൻറ്റ്. ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശും എല്ലാം ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്? വാട്ട് മേക്സ് ഇന്ത്യ മോർ വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ്? എന്തുകൊണ്ടാണ് ഇന്ത്യ കൂടുതൽ ദുരന്തങ്ങൾക്ക് ഇരയാവാനുള്ള കാരണം? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ, ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ, ഭൂമിശാസ്ത്രപരമായ കിടപ്പും അതുപോലെ തന്നെ ഭൗമശാസ്ത്രപരമായ രൂപപ്പെടലും മൂലം ഇന്ത്യക്ക് ദുരന്തങ്ങൾ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. ഈസ് ഹൈലി പ്രോൺ PRONE എന്നുള്ള സാധ്യത, പോസിബിലിറ്റി കൂടുതലാണ്. കാരണം എന്തെല്ലാമാണ് അതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് നോക്കാം, അതുപോലെ തന്നെ ജിയോളജിക്കൽ ഫോർമേഷൻ എന്ന് നോക്കാം. ഇറ്റ്സ് ലോങ് കോസ്റ്റ് ലൈൻ, അതിൻ്റെ നീളമുള്ള തീരപ്രദേശം. ദെൻ സ്നോ ക്ലാഡ് പീക്സ്. ക്ലാഡ് എന്നുള്ളത് നമ്മൾ സൺറൈസ് ഓൺ ദ ഹിൽസിൽ പഠിച്ചതാണ്. സൺ ക്ലാഡ് വെയിൽസ്. ക്ലാഡ് മീൻസ് കവേർഡ്. സ്നോ കവേർഡ് പീക്സ്, മഞ്ഞിനാൽ പുതക്കപ്പെട്ട കൊടുമുടികൾ. ദെൻ ഹൈ മൗണ്ടെയിൻ റേഞ്ചസ്, വലിയ പർവ്വതനിരകൾ. ആൻഡ് ദ പെറേനിയൽ റിവേഴ്സ് ഇൻ ദ നോർത്ത്, അതുപോലെ തന്നെ സുസ്ഥിരമായ വടക്കൻ നദികൾ. കമ്പൈൻ ടു ആഡ് ദിസ് പ്രോബ്ലം. ഇതെല്ലാം പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളും അതിനുണ്ട്. India, which has only 2% of the total geographical area, has to support 18% of the total population of the world. ആകെ ഭൗമ വിസ്തീർണത്തിൻ്റെ 2% ഇന്ത്യയെങ്കിലും അത് ആകെ ജനസംഖ്യയുടെ 18% വഹിക്കുന്നു. ഇതും മറ്റൊരു കാരണമാണ്. ആകെ ഭൗമ വിസ്തീർണത്തിൻ്റെ 2% ഇന്ത്യ. ഭൂമിയിലുള്ള വിഭാഗത്തിൽ കരയിൽ പെടുന്ന സ്ഥലത്തിൻ്റെ 2% ഇന്ത്യ ഉൾക്കൊള്ളുന്നത്. ആ ഇന്ത്യയിൽ ആകെ ലോകത്തുള്ള ജനസംഖ്യയുടെ 18% ഉൾക്കൊള്ളുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ therefore പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ത്യ ഹാസ്
Only 2% of the total geographical area in this world has to support the 18% of the total population of the world. Therefore, അതുകൊണ്ട് തന്നെ there is a tremendous pressure on the natural resources. പ്രകൃതി വിഭവങ്ങളുടെ മേലിലുള്ള സമ്മർദ്ദം കൂടുതലാണ്. Which directly or indirectly leads to the occurrence of the disasters. ഇത് നേരിട്ടോ അല്ലാതെയോ എന്നാൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ലെഡ്സ് അത് നയിക്കുന്നു ദ ഒക്യുറൻസ് ഓഫ് ദ ഡിസാസ്റ്റേഴ്സ് ദുരന്തങ്ങളുടെ സംഭവിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. നെയ്മലി ഫ്ലഡ്സ്. എങ്ങനെയുള്ള ദുരന്തങ്ങളാണ് ഫ്ലഡ്സ്? പ്രളയം, ഡ്രോട്ട്സ്, വരൾച്ച, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് എർത്ത് ക്വേക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കാൻ കാരണമാകുന്നു. ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യാസ് ലോങ് കോസ്റ്റ് ലൈൻ തീരപ്രദേശമാണ് കൂടുതൽ, അതുകൊണ്ട് സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈ ടൈഡ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സ്നോ കവേർഡ് പീക്സ്, ഡ്രോട്ട് ഉണ്ടായാൽ, വരൾച്ചയുണ്ടായാൽ, ചൂട് കൂടുതലായാൽ ഈ മഞ്ഞുരുകി മഞ്ഞിനാൽ പുതച്ച ഭാഗങ്ങളെല്ലാം ഉരുകി വെള്ളം ഉയർന്ന് ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിലാണ്ടുപോകും. അതുപോലെ തന്നെ ഉയർന്ന മലനിരകൾ, അവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ സുസ്ഥിരമായ വടക്കൻ നദികളിൽ നിന്നുണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഈ കോസ്റ്റ് ലൈൻ ആയാൽ അവിടെ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇന്ത്യയെ ദുരന്തത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾക്ക് പാത്രമാകുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The northern region of India faces problem due to landslides, floods, droughts and earthquakes because it falls under the seismic zone 3 to 5. 3 മുതൽ 5 വരെയുള്ള ഭൂകമ്പ മേഖലകൾക്ക് താഴെ കിടക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങൾ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം തുടങ്ങിയ ദുരന്തങ്ങളാൽ ബാധിക്കപ്പെടുന്നത്. ദ നോർത്തേൺ റീജിയൻ ഫേസസ് പ്രോബ്ലം, അല്ലേ, അത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്ത്? ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, ഡ്രോട്ട്സ് ഉണ്ട്, എർത്ത് ക്വേക്സ് ഉണ്ട്. കാരണം ദിസ് റീജിയൻ ഫാൾസ് അണ്ടർ ദ സീസ്മിക് സോൺ 3 to 5. സീസ്മിക് സോൺസ് എന്ന് പറഞ്ഞത് ഭൂകമ്പ സാധ്യതാ മേഖലകൾ, അതിന് താഴെയാണ് അവ വരുന്നത്. The eastern region is confronted with heavy floods in the perennial rivers which include the Brahmaputra, the Ganga, etc. എന്നാൽ ഈസ്റ്റേൺ റീജിയണിൽ കോൺഫ്രണ്ടഡ് മീൻസ് ഫേസ്ഡ് വിത്ത് വെരി ഹെവി ഫ്ലഡ്സ്, വളരെ ശക്തമായ പ്രളയമുണ്ടാകും. ഇവിടെ നിന്നത് പെറേനിയൽ റിവേഴ്സ്, സുസ്ഥിരമായ നദികളിൽ നിന്ന്, വിച്ച് ഇൻക്ലൂഡ്, അല്ലേ, ആ നദികളാണ് എന്തെല്ലാം? ബ്രഹ്മപുത്ര, ദ ഗംഗ, ബ്രഹ്മപുത്ര പോലെയുള്ള നദികൾ. ദെൻ നെക്സ്റ്റ് വൺ, drought, heat waves, hailstorm, cyclones, heavy winds and earthquake are also common in this area. ഈ ഒരു ഏരിയയിൽ എന്തെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നു? ഡ്രോട്ട്, വരൾച്ചയുണ്ടാകും, ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോം, സൈക്ലോൺസ്, ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത് ക്വേക്സ് ആൾസോ കോമൺ ഇൻ ദിസ് ഏരിയ. ഇതും അവിടെ സർവ്വസാധാരണമാണ്. ഇനി നോർത്തും അല്ല ഈസ്റ്റേണും അല്ല, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എൻകൗണ്ടേഴ്സ് എന്ന് പറഞ്ഞതും കോൺഫ്രണ്ടഡ് എന്ന് പറഞ്ഞതും ഫേസ് എന്ന് പറഞ്ഞതും ഒക്കെ ഒരേ മീനിങ് ആണ് കേട്ടോ. എൻകൗണ്ടേഴ്സ് ഫ്ലഡ്സ്, അവിടെ പ്രളയം ഉണ്ടാകും, ലാൻഡ് സ്ലൈഡ്സ് മണ്ണിടിച്ചിലുണ്ടാകും, ആൻഡ് എർത്ത് ക്വേക്സ് ഉണ്ടാകും. ദിസ് റീജിയൻ കംസ് അണ്ടർ ദ സീസ്മിക് സോൺസ് 4 to 5. ഇത് സീസ്മിക് സോൺ 4 to 5 അടിയിൽ വരുന്ന ഭാഗമാണ്. 3 മുതൽ 5 വരെയുള്ളതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത് പറഞ്ഞത് 4നും 5നും ഇടയിലുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ആദ്യം തന്നെ ഇവർ കാറ്റഗറൈസ് ചെയ്തതാണ്. ഇനി നമുക്ക് നോക്കാം ദ വെസ്റ്റേൺ റീജിയൻ. ദ വെസ്റ്റേൺ റീജിയൻ ഈസ് വൈഡ്ലി നോൺ ഫോർ ദ സിവിയർ ഡ്രോട്ട്സ്. എന്നാൽ വെസ്റ്റേൺ റീജിയണിൽ സാധാരണയായി കാണപ്പെടുന്നത് കടുത്ത വരൾച്ച, അതുപോലെ തന്നെ മണ്ണൊലിപ്പ്, സൈക്ലോൺ, വെള്ളപ്പൊക്കം തുടങ്ങിയവയാണ്.
ദിസ് ഏരിയ ഈസ് ആൾസോ പ്രോൺ ടു എർത്ത്. ഇവിടെ ഭൂകമ്പവും സാധാരണയായി ഉണ്ടാകാറുണ്ട്. എന്നാൽ സദേൺ റീജിയണിലോ പെർട്ടിക്കുലർലി ദ കോസ്റ്റൽ റീജിയൻ ഈസ് വൾണറബിൾ ടു സൈക്ലോൺസ്. അല്ലേ, അവിടെ കോസ്റ്റൽ റീജിയൻ ആണ്, അതുകൊണ്ട് തന്നെ വൾണറബിൾ, അല്ലേ, അവരെ ബാധിക്കുന്നുണ്ട്. ടു സൈക്ലോൺസ്, സീ എറോഷൻ, സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് അതിൻ്റെ എല്ലാം ഭീഷണി ഉണ്ടാവാറുണ്ട്. ദ ഐലൻഡ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ്. ഈ ഒരു ദ്വീപുകളിൽ ഏതെല്ലാം ദ്വീപുകളാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപുകൾ തുടങ്ങിയവയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു? കോൺഫ്രണ്ടഡ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സീ എറോഷൻ ആൻഡ് സുനാമി. മണ്ണൊലിപ്പിൻ്റെയും സുനാമിയുടെയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ദ ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസ്. ഇന്ത്യൻ കടൽ തീരങ്ങൾ എന്തിനെല്ലാം നേരിടുന്നു? ബോത്ത് എലോങ് Coastal areas have faced some of the severest cyclones both along the eastern and western coasts. അത് വെസ്റ്റേൺ കോസ്റ്റ് ആവട്ടെ ഈസ്റ്റേൺ കോസ്റ്റ് ആവട്ടെ ഏതായാലും അവിടെ ഇന്ത്യയിൽ കടൽ തീരങ്ങളിൽ മാരകമായ സൈക്ലോണുകൾ ഉണ്ടാവാറുണ്ട്. Among all the disasters in India, ഇനി പറയുന്നത് ഇന്ത്യയിലെ ദുരന്തങ്ങളിൽ സുനാമി ഈസ് ദ റിലേറ്റീവ്ലി ന്യൂ ഫിനോമിനൻ. ഇന്ത്യയിലെ ദുരന്തങ്ങളിൽ ഏറ്റവും പുതുതായി വന്നത്, ഏറ്റവും ലാസ്റ്റ് പുതിയൊരു ഫിനോമിനനായിട്ട് വന്നത് ഏതാണ്? സുനാമിയാണ്. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം, സുനാമി ഓഫ് 2004 ഡിവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് ദ തമിഴ്നാട്, കേരള ആൻഡ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ തീരങ്ങളിൽ പുതിയത് സുനാമിയാണ്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനമില്ലാത്തത് കൊണ്ട് തന്നെ 2004 സുനാമി തകർത്തത് തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ തീരപ്രദേശങ്ങളെയാണ്. ബിസൈഡ്സ് കൂടാതെ, ബിസൈഡ് അല്ലട്ടോ, ബിസൈഡ് മീൻസ് നിയർ, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, മോറോവർ ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിനെയും കൂടുതലായി ബാധിച്ചു. ഇറ്റ് ക്ലെയിംഡ് എ ലാർജ് നമ്പർ ഓഫ് ലിവ്സ്, ധാരാളം ജീവനെടുത്തു. ആൻഡ് ഡിസ്ട്രോയിഡ് പ്രോപ്പർട്ടി, ധാരാളം സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. വർത്ത് ക്രോസ് ഓഫ് റുപ്പീസ്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ എ ലാർജ് നമ്പർ ഓഫ് ലിവ്സ്, അതിനെന്താണ്, ഒരിക്കലും നമുക്ക് വിലയിട്ട് പറയാൻ സാധിക്കുകയില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നഷ്ടപ്പെട്ടതുപോലെ തന്നെ മൂല്യം നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത്ര ജീവനുകളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യ ഭാഗത്തേക്ക് തന്നെ വരാം. ദെൻ ക്വസ്റ്റ്യൻ നോക്കുക, സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇസ് ദ റീസെൻറ്റ് വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് സേ അബൌട്ട് ഡിസാസ്റ്റേഴ്സ്? ഈ അടുത്ത കാലത്തെ വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് ദുരന്തങ്ങളെക്കുറിച്ച് എന്താണ് നമ്മോട് പറഞ്ഞത്? എന്താ, ആ ഒരു പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് കാണാം. ദ ലേറ്റസ്റ്റ് വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് സജസ്റ്റ് ദാറ്റ് ദ ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. പ്രകൃതി ദുരന്തങ്ങൾ എണ്ണത്തിലും വ്യാപ്തിയിലും ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സം ഓഫ് ദ കോമൺ ഡിസാസ്റ്റേഴ്സ്? ഏതൊക്കെയാണ് ചില സാധാരണ ദുരന്തങ്ങൾ? അത് ആ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് കാണാം. സം ഓഫ് ദ കോമൺ ഡിസാസ്റ്റേഴ്സ് ആർ എർത്ത് ക്വേക്സ്, ഫ്ലഡ്സ്, സൈക്ലോൺസ്, ലാൻഡ് സ്ലൈഡ്സ്, ഡ്രോട്ട്സ്, ആക്സിഡൻറ്റ്സ്, പ്ലെയിൻ ക്രാഷസ് ആൻഡ് ഫോറസ്റ്റ് ഫയേഴ്സ്. ഇതൊക്കെയാണ് സാധാരണയായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. അത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അതിൻ്റെ ആൻസർ കാണാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ ആൻസർ എഴുതാൻ പറ്റും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രൂ അബൌട്ട് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്? വികസിത രാജ്യങ്ങളെയും വികസ്വര രാജ്യങ്ങളെയും സംബന്ധിക്കുന്ന അവയുമായി ബന്ധപ്പെട്ട പൊതുവായ സത്യം എന്താണ്? The fact that disasters like earthquake, floods, cyclones, landslides, drought and accidents, plane crashes and forest fires have increased in their number and intensity
ഈസ് ട്രൂ അബൌട്ട് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഈ പറഞ്ഞ എല്ലാ ദുരന്തങ്ങളും ഡെവലപ്പിംഗ് കൺട്രീസിനും അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിനും ഒരുപോലെയാണ്. രണ്ടിൻ്റെ കാര്യത്തിലും ഒരുപോലെയാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പൊതുവായ സത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്? മാനുഷിക വികസനവും ദുരന്തത്തെ നേരിടാനുള്ള മുന്നൊരുക്കവും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലേ, ദർ ഇസ് എ ഡയറക്റ്റ് കോറിലേഷൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോറിലേഷൻ ഉണ്ട്. അതെന്താണ്? ഹയർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ബെറ്റർ പ്രിപ്പയർഡ്നെസ് ടു മാനേജ് ഡിസാസ്റ്റേഴ്സ്. അതെന്താണ്? എന്താണത്? ദ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആർ മോർ പ്രോൺ ടു സഫർ ഡാമേജസ് കോസ്ഡ് ബൈ ഡിസാസ്റ്റേഴ്സ്. അവികസിത രാജ്യങ്ങൾ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് മുന്നൊരുക്കത്തിനുള്ള ശക്തി കുറയും. ഇതാണ് ദുരന്തം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സാമ്പത്തികം കുറഞ്ഞ അവികസിത രാജ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഡെഡ്ലിയസ്റ്റ് ഡിസാസ്റ്റർ? ദുരന്തങ്ങളിൽ ഏറ്റവും മരണത്തിന് കാരണമാകുന്ന ദുരന്തം ഏതാണ്? ദ ഡെഡ്ലിയസ്റ്റ് ഡിസാസ്റ്റർ ഈസ് ഡോട്ട്. എന്നാൽ ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ ഡിസാസ്റ്റർ. ഡ്യൂ ടു ഡ്രോട്ട് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 48% ഓഫ് ദി ഡെത്ത് ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളാൽ സംഭവിക്കുന്ന മരണങ്ങളിൽ 48% മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡ്രോട്ട് മൂലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് മേക്സ് ഇന്ത്യ മോർ വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ്? എന്തുകൊണ്ടാണ് ഇന്ത്യയെ ദുരന്തങ്ങൾ എളുപ്പം ബാധിക്കുന്നത്? ആ ഒരു പാരഗ്രാഫ് മൊത്തം അതിൻ്റെ ആൻസറാണ്. ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ മേക്ക് ഇന്ത്യ മോർ വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ്. Because of its coastline, snow-covered peaks, high mountain ranges and perennial rivers in the north combine to make the problems worse. India has only 2% of the total geographical area but has to support the total 18% of the total population. So there is a tremendous great pressure on the natural resources. This is directly or indirectly leads to disasters like floods, drought, landslides and earthquake. ഇത്രയും അതിൻ്റെ ആൻസറാണ്. The next question. What causes tremendous pressure on the natural resources in India? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണിത്. ഇന്ത്യ ഹാസ് ഓൺലി 2% ഓഫ് ദ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ, ഹാസ് ടു സപ്പോർട്ട് 18% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. ദിസ് കോസസ് ട്രമൻഡസ് പ്രഷർ ഓൺ ദ നാച്ചുറൽ റിസോഴ്സസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുവിൽ നോക്കുമ്പോൾ വിച്ച് ഈസ് റിലേറ്റീവ്ലി ന്യൂ നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും പുതിയ പ്രകൃതി ദുരന്തം ഏതാണ്? സുനാമി. സുനാമി ഈസ് റിലേറ്റീവ്ലി ന്യൂ നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പുതിയ നാച്ചുറൽ ഡിസാസ്റ്റർ ഏതാണ്? സുനാമിയാണ്. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ ആഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം, വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനമില്ലാത്തത് കൊണ്ട് സുനാമി ഓഫ് 2004 2004 സുനാമി ഡിസ്ട്രോയിഡ്, അത് നശിപ്പിച്ചു. അല്ലേ, നിങ്ങൾ മാർക്കിനനുസരിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 ആണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? സുനാമി ഈസ് എ റിലേറ്റീവ്ലി ന്യൂ നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻ ഇന്ത്യ. വൈ? അതിനെക്കുറിച്ച് കൂടുതൽ എഴുതാൻ മാർക്കിനാണ് തന്നതെങ്കിൽ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ ആഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. സുനാമി of 2004 destroyed a large portion of the coastal regions of the Tamil Nadu, Kerala and Andhra Pradesh and also Andaman and Nicobar Island. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ തീരപ്രദേശങ്ങളും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും എല്ലാം സുനാമിയിൽ തകർന്നു. 2004 സുനാമിയിൽ. അതുപോലെ തന്നെ it killed many people and destroyed properties worth many crores. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും അതുപോലെ തന്നെ അനേകായിരം ആളുകളെ കൊല്ലുകയും ചെയ്ത ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു
സുനാമി. ഡിസാസ്റ്റേഴ്സ് ഹാവ് ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ദുരന്തങ്ങൾ പ്രകൃതിയാലുള്ളതും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതവുമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗമാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ഫസ്റ്റ് ഓരോ 1.5 പേജും അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നമ്മൾ ഇതിലൂടെ പറഞ്ഞു. ഇനി നോട്ടിൽ ഇതിൻ്റെ സമ്മറി വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഓരോ ഭാഗവും വായിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അതോടൊപ്പം തന്നെ വായിക്കുമ്പോൾ നമുക്ക് എവിടെയാണിത് മെൻഷൻ ചെയ്തതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Okay, now I have to stop. Thank you.